230ഓളം ചിത്രങ്ങളിലെ 600-ലധികം ഗാനങ്ങൾ, 300-ലധികം സിനിമകളുടെ പശ്ചാത്തല സംഗീതം, പശ്ചാത്തല സംഗീതത്തിനും സംഗീതത്തിനുമായി 2 ദേശീയ പുരസ്കാരങ്ങൾ, 3 സംസ്ഥാന പുരസ്കാരങ്ങൾ. തൃശൂരിലെ ചർച്ച് കൊയറുകളിൽ നിന്നാണ് ആ കൗമാരക്കാരന്റെ പ്രതിഭയ്ക്ക് ആദ്യം കയ്യടി ലഭിച്ചത്. 10ഓളം സംഗീത ഉപകരണങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ആ 15-കാരൻ പയ്യൻ, അവനും അവന്റെ കൂട്ടുകാരും ചേർന്ന് വോയിസ് ഓഫ് തൃശൂർ എന്ന പേരിൽ പിന്നീട് ഒരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കി. ഒരിക്കൽ ഈ മ്യൂസിക് ട്രൂപ്പിൽ പാടാനെത്തിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ ആ ചെറുപ്പക്കാരനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയത് മദ്രാസിയിലെ ദേവരാജ സന്നിധിയിൽ. ആ പയ്യനെ പരിചയപ്പെട്ട ദേവരാജൻ മാസ്റ്റർക്ക് മനസ്സിലായി, ഈ പയ്യനിലൂടെ മലയാള സിനിമയിലേക്ക് തനിക്ക് ശേഷം സംഗീതത്തിന്റെ പുതിയ ഒരു യുഗം പിറക്കുമെന്ന്. 1975 മുതൽ 2011 വരെയുള്ള കാലയളവിൽ മലയാള ചലച്ചിത്ര സംഗീതത്തിൽ ഒരു സുവർണ അധ്യായം എഴുതിവെച്ച മഹാപ്രതിഭ, ഏതോ ജന്മകൽപ്പനയിൽ ഭൂമിയിലേക്ക് വന്ന് പൊന്നുരുകും പാട്ടുപൂക്കാലങ്ങൾ സമ്മാനിച്ച് ദേവാങ്കണങ്ങളിലേക്ക് മടങ്ങിപ്പോയ ഒരാൾ. ഓർമ്മയിലെന്നും പ്രിയപ്പെട്ട ജോൺസൺ മാഷ്. ലളിതസുന്ദരമായ ആഖ്യാന ശൈലി, മലയാളിയോട് ഇത്രമേൽ ചേർന്ന് നിൽക്കുന്ന, മലയാളികൾക്ക് ഏറ്റവും പരിചിതമായ ഭൂമികയിൽ നിന്നുള്ള ഒരുപാട് വ്യക്തികളെ അബ്രപാളിയിലേക്ക് കൈപിടിച്ച് നടത്തിക്കൊണ്ടുവന്ന മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ജോൺസൺ മാഷോടൊപ്പം ഒരുപാട് മികച്ച ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച മലയാളികളുടെ അഭിമാനമായി മാറിയ സംവിധായകൻ. ഓർമ്മയിലെന്നും ജോൺസൺ മാഷ് എന്ന ഈ പരമ്പരയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം പ്രിയപ്പെട്ട സത്യൻ അന്തിക്കാട് സാർ. സ്വാഗതം ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പരയിലേക്ക്. സത്യൻ അന്തിക്കാട് സാറിന്റെ ഒരു ടെലിവിഷൻ പരിപാടിയിലെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ അമൂല്യമായ ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, ജോൺസൺ മാഷ് എന്ന പ്രതിഭയോടുള്ള വലിയൊരു ആദരവിന്റെ കൂടെ, അല്ലെങ്കിൽ ആ സൗഹൃദത്തിന്റെ കൂടെ ഒരു ബാക്കി പത്രമായാണ് സത്യൻ സാർ ഏറ്റവും പുതിയ ചലച്ചിത്രത്തിന്റെ തിരക്കുകളിൽ നിന്നും ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ കൂടുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം സാറിന്. സന്തോഷം. 28 ചിത്രങ്ങളാണ് ജോൺസൺ മാഷുമായിട്ട് സത്യൻ സാറിനുള്ളത്. അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒരുപാടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. 28 ചിത്രങ്ങളിൽ ജോൺസൺ മാഷ് സത്യനന്ദി സാറിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആദ്യം വന്നത് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പൊ അന്ന് കുടുംബപുരാണം എന്ന് പറയുന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ ജോൺസൺ മാഷ് വരിക എന്ന് പറയുമ്പോൾ ചിത്രത്തിന്റെ സംഗീത സംവിധാനം മോഹൻ സിത്താര സാറാണ്. അദ്ദേഹം താരതമ്യേന ജോൺസൺ മാഷേക്കാളും ജൂനിയറാണ്. അപ്പൊ സിനിമയിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ജൂനിയർ സീനിയർ ഓരോരുത്തരും നിൽക്കുന്ന ഒരു സ്ഥാനത്തിന്റെ അളവ് പോലൊക്കെ വെച്ച് പലരും വേണമെങ്കിൽ വിസമ്മതിക്കാം, നീ വേറൊരാൾ സംഗീതം ചെയ്ത പടത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ ഞാൻ വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. എങ്ങനെയാണ് അന്ന് ആദ്യമായി ജോൺസൺ മാഷിന്റെ പശ്ചാത്തല സംഗീതത്തിലേക്ക് എത്തിയത്? അതിന്റെ ഒരു തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? ജോൺസൺ അതിനു മുമ്പ് തന്നെ എനിക്ക് വളരെ പരിചയമുണ്ട്. കാര്യം A.T. ഉമ്മർ മ്യൂസിക് ചെയ്യുമ്പോഴേക്കേ, A.T. ഉമ്മർ, അർജുന മാഷ് ഒക്കെ മ്യൂസിക് ചെയ്യുമ്പോൾ പല സിനിമകൾക്കും കണ്ടക്ട് ചെയ്തിരുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നതൊക്കെ ജോൺസനായിരുന്നു. അപ്പോൾ അന്നോട്ട് ജോൺസനും ഞാനും തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അപ്പോൾ അന്ന് മോഹൻ സിത്താരയുടെ 1 മുതൽ 0 വരെ എന്നുള്ള സിനിമയിലെ പാട്ടുകൾ കേട്ടപ്പോൾ മോഹൻ സിത്താരയെ കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുകയും, എൻ്റെ റീ റെക്കോർഡിങ് സമയം വന്നപ്പോൾ ജോൺസൺ ഓൾറെഡി എൻ്റെ സുഹൃത്താണ്. നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന വെച്ചാൽ A.T. ഉമ്മറിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിലും ജോൺസനെ മ്യൂസിക് ചെയ്യാനായിട്ട്, റീ റെക്കോർഡിങ് ചെയ്യാനായിട്ട് വിളിക്കുകയാണ് ചെയ്തത്. ജോൺസൺ ഒരു ബുദ്ധിമുട്ടില്ലാതെ വന്നു. ഒന്നുമില്ല, ഈ വക യാതൊരു പ്രശ്നങ്ങളും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സാധാരണഗതിയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ വേറെയാണെങ്കിൽ പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന ആളുകൾ പലപ്പോഴും ഈ മ്യൂസിക് ഡയറക്ടറെ പാട്ടുകൾ പശ്ചാത്തല സംഗീതത്തിൽ യൂസ് ചെയ്യാനായിട്ട് ചില മടിയുള്ളവരുണ്ടാവും. നമ്മൾ നോക്കുക, അമരം മ്യൂസിക് ചെയ്തിരിക്കുന്ന രവീന്ദ്രനാണ്. അതിൽ രവീന്ദ്രന്റെ പല പാട്ടുകളും റീ റെക്കോർഡിങ്ങിൽ ഉണ്ട്. ജോൺസൺ സംഗീതം മാത്രമാണ്, ജോൺസൺ അതിന്റെ സംഗീതത്തിന് മാത്രം അടിമയാണ്, അല്ലാതെ ഈഗോടെ അല്ല. കുടുംബപുരാണം എന്ന ചിത്രം തൊട്ട് തുടങ്ങുന്നതൊരു പുരാണം എന്ന് വാക്ക് നമുക്ക് പറയാനുള്ള ഘനത്തിലുള്ള ജീവിതാനുഭവങ്ങളാണ്. മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരുപാട് സിനിമകളുടെ, ആ സിനിമകളുടെ സംഗീതത്തിന്റെയൊക്കെ കഥകളാണ്. സാർ കേൾക്കാം, ഇരിക്കും.
ഓർമ്മയിലെന്നും